ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കാത്ത കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികളായ 2 പേർ ഉൾപ്പെടെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിൽ. തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താനായില്ല. വെറ്റിലപ്പാറ കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനപാലകരുടെ ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 വനപാലകർക്ക് പരിക്ക്. തൃശൂർ കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ റോബോട്ടിക് പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ട്രയൽ റൺ അടുത്തയാഴ്ച. ആക്സിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ആവശ്യപ്പെട്ടെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് മേയർ. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് വയോധിക മരിച്ചു. കാസർഗോഡ് സ്വദേശിനി റോസമ്മയാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് പരിക്ക്. പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതിനാൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നും പരാതി. വാർത്തകൾ വിശദമായി. ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കാത്ത കേരളം. വോട്ടെണ്ണൽ നാളെ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണുക. ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. രാവിലെ 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ. ഉച്ചയ്ക്ക് മുൻപ് വിജയികളെ അറിയാനാകും. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. CPM-ന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ അട്ടിമറിയുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വോട്ടെണ്ണുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ചേലക്കര മണ്ഡലത്തിൽ വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പിന്നീട് ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, ചേലക്കര, കൊണ്ടാഴി, തിരുവില്വാമല, മുള്ളൂർക്കര, പഴയന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണും. എല്ലാ ടേബിളുകളിലും സഹവരണാധികാരികളുടെ നിയന്ത്രണമുണ്ടാകും. ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിലെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻ, നിജിൻ രാജൻ, വരന്തരപ്പള്ളി സ്വദേശികളായ സജിത്ത്, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2 കോടിയോളം വില വരുന്ന സ്വർണം കവർന്ന കേസിലാണ് ഇവർ പിടിയിലായത്. കേസിൽ 5 പേരെ കൂടി പിടികൂടാനുണ്ട്. തട്ടിയെടുത്ത സ്വർണം കണ്ടെടുക്കാനായില്ല. സ്കൂട്ടറിൽ പോവുകയായിരുന്ന MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറുകളിൽ എത്തിയ സംഘം സ്വർണം കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കവർച്ചയ്ക്ക് ശേഷം 2 വാഹനങ്ങളിലായാണ് സംഘം പോയത്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 4-അംഗ സംഘം തൃശൂരിൽ പിടിയിലായത്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു പോലീസ് സംഘം. കൈ കാണിച്ചിട്ടും നിർത്താതെ പോയതിനെ തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന് 7th ഡേ സ്കൂളിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികളും മങ്കി ക്യാപ്പുകളും കണ്ടെത്തി. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പെരിന്തൽമണ്ണ പോലീസിന് കൈമാറി. വെറ്റിലപ്പാറ കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനപാലകരുടെ ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 വനപാലകർക്ക് പരിക്കേറ്റു. റേഞ്ച് ഡെപ്യൂട്ടി ഓഫീസർ K. റിയാസ്, വാച്ചർ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കുണ്ടൂർമേട് തോടിനടുത്ത നൈറ്റ് പട്രോളിംഗിന് ശേഷം 4 ജീവനക്കാരെ തിരിച്ചു കൊണ്ടുവരികയായിരുന്ന വനപാലകരുടെ ജീപ്പിന് നേരെയാണ് മോഴ ആനയുടെ ആക്രമണം ഉണ്ടായത്. തോടിന് കുറുകെയുള്ള ചപ്പാത്തിലൂടെ മറുകരയിലേക്ക് കടന്ന ജീപ്പിനെ കാട്ടിൽ നിന്നും ഓടിയെത്തിയ ആന ആക്രമിക്കുകയായിരുന്നു. ജീപ്പിന്റെ സൈഡിലിരുന്ന റിയാസ് താഴെ വീഴുകയും അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടുകയും ചെയ്തു. എന്നാൽ പിന്നാലെ പാഞ്ഞെടുത്ത ആന ഇയാളുടെ കാലിൽ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. താഴെ വീണ റിയാസിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തുനിന്ന ആന പിൻകാലിലിരുന്ന് ചിഹ്നം വിളിക്കുകയായിരുന്നുവെന്ന് അപകടത്തിൽപ്പെട്ടവർ പറഞ്ഞു. ആന വളവിൽ വെച്ച് ജീപ്പിലേക്ക് വന്ന് ഇടിച്ച് ഒരു 5-6 തവണ ഇടിച്ച് ജീപ്പ് മറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് 4 പേര് വണ്ടിക്കകത്തും 2 പേര് പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. അതിൽ ഒരാളുടെ പുറകെ വന്ന് ആന തട്ടി മാറ്റി നേരെ പോയി.
ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് റിയാസിന് ജീവൻ തിരിച്ചുകിട്ടിയത്. തിരിച്ചുവന്ന ആന വീണ്ടും ജീപ്പ് കുത്തിമറിച്ചതോടെയാണ് വാച്ചർ ഷാജുവിന് പരിക്കേറ്റത്. 6 പേരായിരുന്നു ജീപ്പിൽ യാത്ര ചെയ്തിരുന്നത്. പിന്നീട് മൊബൈൽ ഫോൺ വിളിക്കാൻ റേഞ്ചുള്ള സ്ഥലത്തെത്തി ഇവർ കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. അവിടെ നിന്നും ജീപ്പും 108 ആംബുലൻസും എത്തി പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. നിസ്സാര പരിക്കുകൾ മാത്രമുള്ളതിനാൽ റിയാസിനെയും ഷാജുവിനെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ കോർപ്പറേഷൻ അങ്കണത്തിലെ വാഹന പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിനായി സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ റോബോട്ട് പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അടുത്തയാഴ്ച ട്രയൽ റൺ നടത്തി വാഹന പാർക്കിംഗ് ആരംഭിക്കും. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന തൃശൂർ കോർപ്പറേഷൻ ഓഫീസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിന് പരിഹാരമായിട്ടാണ് കോർപ്പറേഷൻ അങ്കണത്തിൽ അത്യാധുനിക രീതിയിലുള്ള മൾട്ടി ലെവൽ റോബോട്ടിക് പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. അടുത്തയാഴ്ച തന്നെ ട്രയൽ റൺ പൂർത്തിയാക്കി വാഹന പാർക്കിംഗ് ആരംഭിക്കും. വാഹനങ്ങൾ മഴയും വെയിലും കൊള്ളാതിരിക്കാൻ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ മുകൾ ഭാഗവും വശങ്ങളുമെല്ലാം മറച്ചിട്ടുണ്ട്. മുൻഭാഗം ഗ്ലാസ് ഇട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത്. കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ക്യാൻറ്റീൻ പൊളിച്ചു നീക്കിയാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് ഒരേ സമയം 12 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധം മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സെൻസർ ഓട്ടോമേഷൻ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷന്റെ കീഴിലുള്ള ജനറൽ ആശുപത്രി അങ്കണത്തിലും ഇതേ രീതിയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മാണം നടക്കുന്നുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി 10-ലധികം ഇടങ്ങളിലാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത്. ഇതിനായി കഴിഞ്ഞ കോർപ്പറേഷൻ ബജറ്റിൽ 8 കോടിയോളം രൂപ വകയിരുത്തിയിരുന്നു. പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ വാഹന പാർക്കിംഗ് പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികാരികൾ. TCV തൃശൂർ. വർത്തമാന കാലഘട്ടത്തിൽ തലമുറകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു മഹാപ്രസ്ഥാനമായും സേവന സന്നദ്ധ പ്രവർത്തന സംഘടനയായും ആക്ട്സിനെ കാണുന്നുവെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ആക്സിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കുരിയച്ചിറ സെന്റ് പോൾ സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. കുട്ടികൾ തങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലൂടെ ലഭിക്കുന്ന അറിവിനപ്പുറം സഹജീവികൾക്ക് മാതൃകയായി മാറണമെന്നും കണ്ടെത്തൽ പ്രക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരവും ഒരു ലഹരിയായി കാണുന്നവർ ഒട്ടേറെയുണ്ട്. ഇന്ന് കാണുന്ന ഒരു നേതാവിനെയും വീട്ടിൽ നിന്നും നേതാവാകാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയവരല്ലെന്നും ത്യാഗങ്ങൾ സഹിച്ച് സ്വയപ്രയത്നത്തിലൂടെ നേതാവായവരാണ്. അങ്ങോട്ട് കൊടുക്കുന്ന നമ്മുടെ സംസ്കാരം അന്യം നിന്ന് പോകുകയാണോ എന്ന ആശങ്കയ്ക്ക് പരിഹാരമാണ് ആക്സ് എന്നും സേവനം അനിവാര്യ ഘടകമായി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകണമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ആക്സ് വർക്കിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇൻചാർജുമായ മേയർ MK വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനകൾ പലതുണ്ടെങ്കിലും ഇതുപോലുള്ള സംഘടനകളെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമാണെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. ആക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ആവശ്യപ്പെട്ട് നാളിതുവരെയായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടറും ആക്സ് പ്രസിഡന്റുമായ അർജുൻ പാണ്ഡ്യൻ, സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം PK ഇബ്രാഹിം ഫലാഹി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, സിസ്റ്റർ സാന്നിധ്യ, ആക്സ് വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിൽ വയോധിക ട്രെയിനിടിച്ച് മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശി ആനശ്ശേരി വീട്ടിൽ ജെയിംസിന്റെ ഭാര്യ 73 വയസ്സുള്ള റോസമ്മയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വടക്കൻ പറവൂർ സ്വദേശിനി ഉഷയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് ഇവർ റെയിൽവേ ട്രാക്കിലൂടെ കടക്കുന്നതിനിടെ ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ഇരുവരെയും ഇടിക്കുകയായിരുന്നു. റോസമ്മ തൽക്ഷണം മരിച്ചു. അപകടത്തിൽപ്പെട്ടവരെ അരമണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് എതിർദിശയിലേക്ക് കടക്കുന്നതിനും തിരിച്ചു വരുന്നതിനും ആകാശപാത സംവിധാനം ഇല്ല. യാത്രക്കാർ ട്രാക്ക് മുറിച്ചു കടക്കുകയാണ് പതിവ്. ഇതിനായി പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രാക്കിലേക്ക് ഇറങ്ങുന്നതിന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ കാൽനടക്കാർക്കായി നടപ്പാതയില്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. 2 വരി ഗതാഗതമുള്ള പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും സഞ്ചരിക്കുന്നത്.
ആളൂർ മാള റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് 10 വർഷം മുമ്പ് ആളൂർ പള്ളി റോഡ് ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. 2013 നിർമ്മാണം ആരംഭിച്ച പാലം 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 7.5 മീറ്റർ വീതിയിലും 400 മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലം 2015 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല. ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെ താമസിയാതെ പാലത്തിൽ ടോൾ ഏർപ്പെടുത്താൻ നീക്കം നടന്നെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശക്തമായ പ്രതിഷേധ സമരത്തെ തുടർന്ന് അധികൃതർ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളിൽ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കാതിരുന്നതിനാൽ തുടക്കം മുതലേ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നുവെങ്കിലും അധികൃതർ ഗൗനിച്ചില്ല. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സുഗമമായ യാത്ര സാധ്യമായതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ആളൂർ മേൽപ്പാലത്തിലൂടെയുള്ള കാൽനടയാത്രയും സൈക്കിൾ യാത്രയും ഒട്ടും സുരക്ഷിതമല്ലാതായിട്ടുണ്ട്. മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ ഉപരിതലത്തിൽ വിള്ളലുകൾ കാണപ്പെട്ടതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. TC വിനോസ്, കൊടകര. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സ്ഥലസൗകര്യമില്ലെന്നും പരാതി. 4ഓളം വാടക കെട്ടിടങ്ങളിലായി മാറി മാറി പ്രവർത്തിച്ചിരുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഒരു സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് മുല്ലശ്ശേരിയിൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതിനെ തുടർന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന് മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന പേര് നൽകണമെന്നും ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിതല അദാലത്തിൽ പരാതി നൽകുമെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു പറഞ്ഞു. കുറെ കാലം പൂവത്തൂരും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും എളവള്ളി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും വാടകയ്ക്കായിരുന്നു പാവറട്ടി പോലീസ് സ്റ്റേഷൻ. പ്രവാസി വ്യവസായി കൂടിയായിട്ടുള്ള മദർ ഗ്രൂപ്പിന്റെ MD അദ്ദേഹമാണ് സൗജന്യമായിട്ട് ഈ പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് കൊടുത്തത്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാരും പാവറട്ടിയിലാണ് ഇറങ്ങുന്നത്. പാവറട്ടി ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് എവിടെയാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആൾക്കാരാണ് മുല്ലശ്ശേരിയാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് മുല്ലശ്ശേരി. അതായത് പാവറട്ടി പഞ്ചായത്തും എളവള്ളി പഞ്ചായത്തും കഴിഞ്ഞിട്ടാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് വരുന്നത്. പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് പാവറട്ടി എന്നുള്ളത് മാറ്റി മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന് ആക്കണം. മന്ത്രിമാരുടെ അദാലത്തില് താലൂക്ക് തല അദാലത്ത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അദാലത്തില് നമ്മൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ ആൾക്കാരുടെ. പാവറട്ടി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി എന്നീ 4 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ. എന്നാൽ സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലസൗകര്യം ഇല്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ വർഷങ്ങളായി ഇവിടെ കിടക്കുന്ന കസ്റ്റഡി വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതും കാണാം. സ്റ്റേഷന് മുന്നിലെ ഇടുങ്ങിയ PWD റോഡിലും വർഷങ്ങളായി പിടിച്ചിട്ട വാഹനങ്ങളുടെ നിരയാണ്. പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള PWD റോഡ്, ഈ PWD റോഡായിട്ട് ബന്ധപ്പെട്ട് ആ റോഡ് സൈഡിലാണ് പോലീസ് സ്റ്റേഷന് താൽക്കാലികമായിട്ട് പോലീസ് കസ്റ്റഡി എടുക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിർത്തിയത്. അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടതാണ്. പോലീസ് കമ്മീഷണർ ഈ പോലീസിനോട് പറഞ്ഞതാണ്, പാവറട്ടി പോലീസിനോട്. അതിലൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല. ഈ പാവറട്ടി പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോൾ പല ആളുകളും പരാതി കൊടുക്കുന്നതിനുവേണ്ടി പാവറട്ടിയിലേക്ക് പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോവുകയും അവിടെ ചെന്ന് ബസ് ഇറങ്ങിയതിനു ശേഷം അവിടെയല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് മുല്ലശ്ശേരി തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുല്ലശ്ശേരിയിൽ സ്ഥിരമായ ആസ്ഥാനമുള്ള പോലീസ് സ്റ്റേഷൻ, അത് മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ അതിന്റെ പേര് മാറ്റിക്കൊടുക്കണം എന്നൊരു ആവശ്യം വളരെ നാളുകളായി ഇവിടെ ജനങ്ങൾക്കിടയിലുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പിടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. ആ പാർക്ക് ചെയ്യരുത്, അത് മാർഗതടസ്സം ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള ഹൈക്കോടതി ഉത്തരവുകൾ നിലനിൽക്കെ മുല്ലശ്ശേരിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ബാഹുല്യം മൂലം ഒരുപാട് യാത്രാക്ലേശങ്ങളും ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കണം. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്ന് ആക്കണമെന്നത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ പിടിച്ചിട്ട വാഹനങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ ലേലം ചെയ്തു കൊടുക്കുകയോ ചെയ്ത് സ്ഥല സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TC വിനോസ്. സാഹിത്യകാരനും നാടകപ്രവർത്തകനുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ദില്ലിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.
വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡൽഹിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. 80-ലേറെ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. കവിതകളിലൂടെ സാഹിത്യരംഗത്തേക്ക് കടന്നെത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിലാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1951-ലാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നത്. ചലച്ചിത്ര നടൻ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരായ പീഡന പരാതി പിൻവലിക്കുന്നുവെന്ന് ആലുവ സ്വദേശിനിയായ നടി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് പറഞ്ഞ നടി കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും പറഞ്ഞു. തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല. മാധ്യമങ്ങളിൽ നിന്നുപോലും പിന്തുണ ലഭിക്കാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നും നടി കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടിയുടെ വെളിപ്പെടുത്തലുകൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തയോട് പോലീസുകാരൻ ലൈംഗിക ചുവയോടെ പെരുമാറിയതായി പരാതി. തലശ്ശേരി കതിരൂർ സ്വദേശിനിയാണ് ദേവസ്വത്തിനും പോലീസിനും പരാതി നൽകിയത്. ബുധനാഴ്ച വൈകിട്ട് ഭഗവതിക്കെട്ടിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് പോലീസുകാരൻ അപമര്യാദയായി പെരുമാറിയത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ഇവർ പറഞ്ഞു. തുടർന്ന് SP-ക്കും കമ്മീഷണർക്കും പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ പോലീസുകാരൻ മോശമായി പെരുമാറിയിരുന്നു. അന്ന് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസുകാരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി താക്കീത് നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ലൈംഗിക ചുവയോടെ പെരുമാറാൻ കാരണമെന്നും ഇവർ പറഞ്ഞു. ഗുരുവായൂരമ്പലത്തിൽ പായസം കഴിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു 6 മണി 6:30 സമയത്ത് ആ ഭഗവതി ക്ഷേത്രത്തിന്റെ അതിലേക്കൂടി ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടി തൊഴാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന പോലീസുകാരൻ എന്റെ പേഴ്സ് തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കി കാണിച്ചു കൊടുത്തു. അത് സിബിന്റെ പ്രശ്നം വന്നതുകൊണ്ട് അത് പേഴ്സ് പെട്ടെന്ന് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു. അപ്പൊ അയാൾ ആ പേഴ്സ് തുറന്ന് കാണിച്ചിട്ടും അയാൾ എന്നെ അകത്തേക്ക് വിട്ടില്ല. അകത്തേക്ക് വിട്ട മാത്രമല്ല ലൈംഗികമായ ചൂഷണത്തോടെ എന്നെ ഇങ്ങനെ അടിമുടി നോക്കുകയോ പിന്നെ ചെറുതായി ഒന്ന് ദേഹത്ത് തൊടുകയും ചെയ്തു. അപ്പൊ ഞാൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി, പ്രശ്നമാക്കി. ഇതൊരു പുണ്യസ്ഥലമാണ്, ഇവിടെ നിങ്ങളുടെ തോന്നിയവസമല്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെ അമ്പലത്തിൽ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ നിയമമാണ്, കടത്തി വിടില്ല എന്ന് പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവ സംഘാംഗം എന്ന് തന്നെപ്പറ്റി പ്രചരിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത്. നിയമ നടപടിക്കൊരുങ്ങി ഇരിഞ്ഞാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കൊല്ലയിൽ വിനോദ്. ജോലിയുടെ ഭാഗമായി ഒക്ടോബർ 18-ന് ആറാട്ടുപുഴ തേവർ റോഡിലെത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കം. ജനാർദ്ദനൻ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് മുറിച്ചിട്ട മരക്കൊമ്പുകൾ വിനോദ് വാങ്ങിയിരുന്നു. ഇതോടൊപ്പം സമീപത്തെ മറ്റൊരു വീട്ടിലെ മരക്കൊമ്പുകൾ കൂടി മുറിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. ഇതിന്റെ ഭാഗമായി സമീപത്തെ കടയിൽ ഈ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു. പ്രദേശത്തെ മോഷണശല്യത്തെക്കുറിച്ചും വിനോദ് കടയിൽ തിരക്കി. ഇത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ആരോ വാട്സപ്പ് മുഖേന സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു. ഒരാളുടെ സന്ദേശത്തിലാണ് ഇവർ കുറുവാ സംഘമാണെന്ന് പറയുന്നത്. ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രത്തിലെ ഒരാൾ കാട്ടൂർ സ്വദേശിയാണെന്ന് വ്യക്തമായത്. വിനോദിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതായി SI പറഞ്ഞു. വിനോദും സഹോദരനും സുഹൃത്തുക്കളും ചേർപ്പ് പഞ്ചായത്ത് അംഗവും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. വിദേശത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വ്യാജ പ്രചാരണം കണ്ട് ബന്ധുക്കൾ വിളിക്കുന്നതായി വിനോദ് പറഞ്ഞു. എന്റെ കിടാങ്ങളെ കൊണ്ടാക്കിയപ്പോ അവിടെ ചോദ്യങ്ങളൊന്നും പിടിച്ചിട്ട് നോക്കലും സംസാരങ്ങളും ഒക്കെ വഴി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിച്ചാൽ ആരും തരുന്നില്ല. എല്ലായാലും എല്ലായാലും പകർപ്പെട്ടുണ്ട്. നമുക്ക് ഭയങ്കര മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മളിത് ആരോടാ ഇത് നിയമപ്പെട്ട ആൾക്കാരുടെ അടുത്തെല്ലാം നമുക്കിത് പറയാൻ പറ്റുള്ളൂ. തന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വിനോദിന്റെ തീരുമാനം. TCV ഇരിങ്ങാലക്കുട. മേലൂർ പുഷ്പഗിരിയിൽ റോഡിലെ വളവിൽ പെട്ടെന്ന് ബ്രേക്കിട്ട സ്വകാര്യ ബസ്സിൽ സീറ്റിൽ നിന്ന് താഴെ വീണ യാത്രക്കാരിയുടെ കാലൊടിഞ്ഞു. അടിച്ചിലി കടിയാർകുടി ഷിജുവിന്റെ ഭാര്യ സുമിജയാണ് അപകടത്തിൽപ്പെട്ടത്. വട്ടവയൽ എസ്റ്റേറ്റ് വളവിൽ വെച്ചായിരുന്നു സംഭവം. ബ്രേക്കിട്ട സമയത്ത് വലതുഭാഗത്തെ സീറ്റിന്റെ നെട്ടും ബോൾട്ടും ഊരിപ്പോയതിനെ തുടർന്ന് ഇവർ ഇരുന്ന സീറ്റ് മുകളിലേക്ക് ഉയർന്നു പൊന്തി.
ഇതോടെ സുമിജ ബസ്സിനകത്ത് തന്നെ ഡോറിനടുത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇതേ ബസ്സിൽ തന്നെ യുവതിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. പാലിയേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്ത് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്ന് പ്ലൈവുഡ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. മണലിയിൽ നിന്നും മടവാക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മടവാക്കര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ നിന്നും മടവാക്കര റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വളവും ഇറക്കവുമാണ്. വളവ് തിരിയുന്നതിനുള്ള വീതിയും ഇവിടെയില്ല. തിരിയുന്ന ഭാഗത്തെ ഒരു വശത്ത് ദേശീയപാതയും മടവാക്കര റോഡും തമ്മിൽ ഉയര വ്യത്യാസവുമുണ്ട്. ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ആമ്പല്ലൂർ പാലിയേക്കര പ്രദേശത്തെ മറ്റൊരു അപകട മേഖലയായി ഇവിടം മാറിയിരിക്കുകയാണ്. ഈ റോഡിലേക്ക് തിരിയുന്നതിനായി വാഹനങ്ങൾ ദേശീയപാതയിൽ കാത്തു നിൽക്കുന്നതും നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. ദേശീയപാത നടത്തറയിൽ മിനി ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. മിനി ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സമ്പത്തിനാണ് പരിക്കേറ്റത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സമ്പത്തിനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തിയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് ഒരേ ദിശയിൽ പോവുകയായിരുന്ന മിനി ലോറിയും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ച് വാഹനങ്ങൾ മറിയുകയായിരുന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തുടർന്നുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. കർണാടക സംഗീത കുലപതി, സംഗീത കലാനിധി പത്മഭൂഷൺ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാദോപാസനയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. ഏകാദശിക്ക് ഗുരുവായൂരപ്പ സന്നിധിയിൽ വർഷങ്ങളോളം സംഗീതാർച്ചന നടത്തിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16 ഇഹലോകവാസം വെടിഞ്ഞത്. വിയോഗശേഷം ശിഷ്യന്മാരുടെ പങ്കാളിത്തത്തോടെ ആ വർഷം ദേവസ്വം സംഗീതോത്സവം നടത്തി. 1975 മുതൽ ദേവസ്വം ഇത് വിപുലമാക്കി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് ദേവസ്വം ഇത്തവണ ആസൂത്രണം ചെയ്യുന്നത്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായുള്ള സംഗീത സെമിനാർ ഞായറാഴ്ച കിഴക്കേനടയിലെ നാരായണീയം ഹാളിൽ നടക്കും. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഗീത കോളേജുകൾ, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംഗീതാസ്വാദകരായ ഭക്തരും സെമിനാറിൽ പങ്കെടുക്കും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചെമ്പൈയുടെ ഭവനത്തിൽ നിന്ന് തിങ്കളാഴ്ച ഏറ്റുവാങ്ങി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തോടെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കും. തുടർന്ന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഗീതോത്സവത്തിന് തിരിതെളിയിക്കും. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി എ കന്യാകുമാരിക്ക് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ PS വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തകിൽ അടിയന്തര വിഭാഗത്തിന്റെ മംഗളവാദ്യത്തോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ദശമി നാളായ ഡിസംബർ 10 രാവിലെ 9 മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും. ഡിസംബർ 11 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. TC വിനോസ്, ഗുരുവായൂർ. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന സാമൂഹ്യ സേവന പരിപാടികളുമായി NCC ദിനത്തിന് തുടക്കമായി. 24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കമാൻഡിംഗ് ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് പുഷ്പചക്രം സമർപ്പിച്ചു. അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. 1 കേരള ആർട്ട് ആൻഡ് വി കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് M. തോമസ്, ക്യാപ്റ്റൻ ശരത് ചന്ദ്രൻ, സുബേദാർ മേജർ ബിജോയ് റായ് തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ PJ അഭിനവ്, ജൂനിയർ അണ്ടർ ഓഫീസർമാരായ ES ഷൈൻ, KK ഗോവിന്ദ്, PT അജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ ഒരുക്കിയ വാർത്താ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിൽ തുടങ്ങുന്ന വാർത്താ ചിത്ര പ്രദർശനം
രാജ്യം ഇന്നുവരെ കണ്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാകായിക മേഖലയിലൂടെ അടക്കം സമഗ്രമായ ഒരു സഞ്ചാരമാണ് നടത്തുന്നത്. അന്നും ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ബാബറി മസ്ജിദ് തകർക്കൽ, മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് പോലീസും ആദിവാസികളുമായുള്ള ഏറ്റുമുട്ടൽ, വിവാദമായ കുഞ്ഞീവിയുടെ ലോക്കപ്പ് മരണം, ഇങ്ങനെ നീളുന്നു പ്രദർശനത്തിലെ വാർത്താചിത്രങ്ങളുടെ നിര. ബാംഗ്ലൂരിൽ നടന്ന ഫെഡറേഷൻ കപ്പ് ഫുട്ബോളിൽ ഗോളിയുമായി കൂട്ടിയിടിച്ച് മൈതാനത്ത് കുഴഞ്ഞു വീണ് മരിച്ച ഗോവയുടെ താരമായിരുന്ന ബ്രസീലിയൻ ഫുട്ബോളർ ക്രിസ്ത്യാനോ ഡിലിമ ജൂനിയറിന്റെ ചിത്രം കാഴ്ചക്കാരിൽ നൊമ്പരമുണർത്തുന്നതാണ്. കുന്നംകുളം അക്കിക്കാവിൽ നാട്ടിലിറങ്ങിയ പുള്ളിപ്പുലിയെ ജനങ്ങൾ കീഴ്പ്പെടുത്തി തല്ലിക്കൊല്ലുന്ന പ്രദീപ് കുമാർ പകർത്തിയ ചിത്രം ആശ്ചര്യപ്പെടുത്തുന്നു. രാഷ്ട്രപതിയായിരിക്കെ പ്രണബ് മുഖർജി കേരള നിയമസഭയിൽ പ്രസംഗിക്കവേ UDF മന്ത്രിമാർ ഇരിപ്പിടത്തിലിരുന്നുറങ്ങുന്ന ചിത്രം പ്രദർശനവേദിയിൽ ചിരി പടർത്തും. ഇങ്ങനെ 60 വാർത്താമാധ്യമ ഫോട്ടോഗ്രാഫർമാരുടെ തിരഞ്ഞെടുത്ത 74 വാർത്താ ചിത്രങ്ങളാണ് സാഹിത്യ അക്കാദമിയിലെ പ്രദർശനത്തിലുള്ളത്. കലാമണ്ഡലം ഗോപി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. EMS അടക്കമുള്ളവരുടെ മുന്നിൽ ഗോപി ആശാന്റെ കഥകളി അവതരണത്തിന്റെ അപൂർവ ചിത്രവും അദ്ദേഹം നോക്കിക്കണ്ടു. മുതിർന്ന ഫോട്ടോഗ്രാഫർ KK രവീന്ദ്രനെ ചടങ്ങിൽ മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ആദരിച്ചു. കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ്, മുൻ മേയർ IP പോൾ, പ്രദർശന കൺവീനർ ജോൺസൺ V ചിറയത്ത്, കോർഡിനേറ്റർ P മുസ്തഫ, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശനി, ഞായർ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. TCV തൃശൂർ. ഡിസംബർ 27 നടക്കുന്ന ബോൺ നൊത്താലയുടെ തീം സോങ് പ്രകാശന കർമ്മം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ജനറൽ കൺവീനർ AA ആന്റണി, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ചില, പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചിറമൽ, കുര്യൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ 99ാമത് പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, സഹവികാരിമാരായ ഫാദർ ഫെബിൻ ചിറയത്ത്, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:45 ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണം, 6:30 ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തിരുനാൾ സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് വാദ്യമേളം, വർണ്ണമഴ എന്നിവ ഉണ്ടാകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികളായ 2 പേർ ഉൾപ്പെടെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിലായി. തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താനായില്ല. വെറ്റിലപ്പാറ കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനപാലകരുടെ ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 വനപാലകർക്ക് പരിക്ക്.
തൃശൂർ കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ റോബോട്ടിക് പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ട്രയൽ റൺ അടുത്തയാഴ്ച. ആക്സിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ആവശ്യപ്പെട്ടെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് മേയർ. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് വയോധിക മരിച്ചു. കാസർഗോഡ് സ്വദേശിനി റോസമ്മയാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് പരിക്ക്. പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതിനാൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നും പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.